വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. ഞാൻ സാക്ഷാൽ മുന്തിരിച്ചെടിയും എൻ്റെ പിതാവ് കൃഷിക്കാരനുമാണ്. എന്നിൽ ഫലം തരാത്ത എല്ലാ ശാഖകളെയും അവിടുന്ന് നീക്കിക്കളയുന്നു. എന്നാൽ ഫലം തരുന്നതിനെ കൂടുതൽ കായ്ക്കാനായി അവിടുന്ന് വെട്ടിയൊരുക്കുകയും ചെയ്യുന്നു. ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു. നിങ്ങൾ എന്നിൽ വസിക്കുവിൻ, ഞാൻ നിങ്ങളിൽ വസിക്കും. മുന്തിരിച്ചെടിയിൽ നിൽക്കാതെ ശാഖയ്ക്ക് സ്വയമേ ഫലം പുറപ്പെടുവിക്കുവാൻ സാധിക്കാത്ത പോലെ എന്നിൽ വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് സാധിക്കുകയില്ല. ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ ശാഖകളുമാണ്. ആരെങ്കിലും ഞാൻ അവനിലും വസിക്കുന്നുവോ അവൻ ഏറെ ഫലം പുറപ്പെടുവിക്കുന്നു. എന്തെന്നാൽ എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല. എന്നിൽ വസിക്കാത്തവൻ മുറിച്ച ശാഖ പോലെ പുറത്തെറിയപ്പെടുകയും ഉണങ്ങിപ്പോകുകയും ചെയ്യുന്നു. അത്തരം കമ്പുകൾ ശേഖരിച്ച് തീയിലിട്ട് കത്തിച്ചു കളയുന്നു. നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചുകൊള്ളുക, നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾ ധാരാളം ഫലം പുറപ്പെടുവിക്കുകയും അങ്ങനെ എൻ്റെ ശിഷ്യരായിരിക്കുകയും ചെയ്യുന്നത് വഴി പിതാവ് മഹത്വപ്പെടുന്നു. ഇന്നലെ രാവിലെ ഞങ്ങൾ താമസിക്കുന്ന പ്രക്രിയയുടെ മുമ്പിലുള്ള ഒരു നിര റോസപ്പൂവിൻ്റെ ഉള്ള കുറ്റിച്ചെടികൾ പുല്ലുവെട്ടുകാർ വന്നപ്പോൾ ഒറ്റ ലെവലിൽ കട്ട് ചെയ്ത് കളഞ്ഞു. ഇപ്പോൾ ഒറ്റ റോസപ്പൂ പോലുമില്ല. അങ്ങനെ വരുമ്പോഴും നമുക്കറിയാം അതിനൊരു പ്രത്യേക കാരണമുണ്ട്. അങ്ങനെ വെട്ടി നിരത്തിയാലേ ഉള്ളൂ അത് കൂടുതൽ ശാഖകളോടുകൂടി തഴച്ചു വളരുകയും കൂടുതൽ പൂക്കൾ മനോഹാരിതയോടുകൂടി നിൽക്കുകയും ചെയ്യുകയുള്ളൂ. ഇത് കൃഷിക്കാരുടെ പ്രത്യേകതയാണ്. തേയില കൃഷി ചെയ്യുന്നവരറിയാം, തേയിലത്തോട്ടത്തിൽ മുള നുള്ളിക്കളയും. അപ്പോഴാണ് കൂടുതൽ ശേഖരങ്ങൾ വന്ന് അത് കുത്തിച്ചു നിൽക്കുകയും കൂടുതൽ തേയില ഉണ്ടാക്കാനുള്ള ഇലകൾ കിട്ടുകയും ചെയ്യുക. മുന്തിരിത്തോട്ടത്തിലെ കൃഷിക്കാരും അങ്ങനെയാണ്. അവർ ചെറിയ ശാഖകളെല്ലാം വെട്ടി നിർത്തും. അങ്ങനെ വെട്ടിക്കളയുമ്പോൾ കൂടുതൽ ശിഖരങ്ങൾ ഉണ്ടാവുകയും പെട്ടെന്ന് കൂടുതൽ ഫലം പുറപ്പെടുവിക്കുകയും ചെയ്യും. ഇത് ഈശോ പറയുക നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു അനുഭവമാണ്. പലരും ചോദിക്കാറുണ്ട്, ഞാൻ ദൈവത്തോട് വളരെ വിശ്വസ്തത പുലർത്തി, ഞാൻ സഭയോട് ചേർന്ന് നിൽക്കുന്നു, ഞാൻ എല്ലാ കൂതാശകളും ചെയ്യുന്നു, ഞാൻ ദാനധർമ്മം ചെയ്യുന്നു, പക്ഷേ എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ അത്യാഹിതങ്ങൾ ഉണ്ടാകുന്നത്, പ്രതിസന്ധികൾ ഉണ്ടാകുന്നത്? എന്നാൽ പള്ളിയിൽ നിന്നും പോകാതെയും അല്ലെ അച്ഛന്മാരെ കുറ്റം പറഞ്ഞും സഭയ്ക്ക് എതിരിക്കുന്നതൊക്കെ ഒക്കെ ചില നല്ല ഫലങ്ങൾ അവർക്ക് നല്ല അനുഗ്രഹങ്ങളോട് കുഴപ്പമുണ്ടാകുന്നില്ല. ഇതൊക്കെ നമുക്ക് സാധാരണ ഉണ്ടാകുന്ന ഒരു ചോദ്യമാണ്. ഇതുപോലെ തന്നെ ആയിരുന്നു നമുക്കറിയാം നമ്മുടെ ജോബിന്റെ കഥയിൽ. വളരെ നീതിമാനായിരുന്നു, എല്ലാ കാര്യവും ചെയ്യുന്ന മനുഷ്യന്റെ ജീവിതത്തിൽ വളരെയേറെ അത്യാഹിതങ്ങൾ ഉണ്ടാകുന്നു. മക്കൾ നഷ്ടപ്പെടുന്നു, ഭാര്യ കുറ്റപ്പെടുത്തുന്നു, കൂട്ടുകാർ വന്ന് കുറ്റപ്പെടുത്തുന്നു, ധാരാളം സമ്പത്ത് ഉണ്ടായിരുന്നു മുഴുവൻ നശിച്ച് വളരെ വ്രണങ്ങൾ പിടിച്ച് വളരെ വിഷമിക്കുന്നു. പക്ഷേ അത് അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ ഒരു പരീക്ഷണമായിരുന്നു. പൂർവ്വപിതാവായ അബ്രാഹത്തിന്റെ ജീവിതത്തിലും നമുക്കറിയാം ജനതകളുടെ പിതാവായി തെരഞ്ഞെടുത്ത് വളരെ വലിയ ഉന്നത സ്ഥാനത്തിലേക്ക് ഊടുന്ന ദേശത്ത് നിന്ന് വിളിച്ച് കനാൻ ദേശത്തേക്ക് കൊണ്ടുവന്നിട്ട് ആ മനുഷ്യനോട് ദൈവം പരീക്ഷിക്കുകയാണ്. തന്റെ എല്ലാ വാഗ്ദാനങ്ങളെയും പ്രതീക്ഷയായ ഇസ്ഹാക്കിനെ മോറിയാമലയെ കൂടെ ബലിയർപ്പിക്കാനായിട്ട്. പക്ഷെ അബ്രാഹാം ദൈവത്തിന് വഴങ്ങുകയാണ്. അപ്പൊ ജീവിതത്തിലെ ചില പരീക്ഷകൾ, ചില പ്രതിസന്ധികൾ ഉണ്ടാകുന്നത് സഭയുടെ നമ്മുടെ ആത്മീയ വളർച്ചയുടെ ഭാഗമാണ് എന്ന് ഈ സുവിശേഷത്തിലൂടെ ഈശോ നമ്മളെ പഠിപ്പിക്കുകയാണ്. നമ്മളിപ്പോൾ കൈക്കാലത്താണ്, അതായത് സഭയുടെ വളർച്ചയെക്കുറിച്ചും ഫലം പുറപ്പെടുവിക്കലിനെ കുറിച്ചുമാണ് ചിന്തിക്കുക. ഇപ്പൊ ദൈവം ചിലപ്പോഴൊക്കെ ഈ വെട്ടി നിരത്തിൽ തരുന്നത് കൂടുതൽ കഴിക്കാനാണ്, കൂടുതൽ ഫലം പുറപ്പെടുവിക്കുവാൻ വേണ്ടിയാണ്. എന്നാൽ ഈശോ പറയുകയാണ്, എൻ്റെ പിതാവിന്റെ കൃഷിക്കാരനാണ് ഞാൻ, നിങ്ങൾ മുന്തിരിച്ചെടിയാണ്, ഞാൻ മുന്തിരിച്ചെടിയാണ്, നിങ്ങൾ അതിന്റെ ശാഖകളാണ്. അപ്പൊ നമ്മൾ ക്രിസ്തുവിനോടും ക്രിസ്തു വഴിയായ പിതാവായ ദൈവവുമായിട്ട് ബന്ധപ്പെട്ട് നിന്നാൽ മാത്രമേ ഉള്ളൂ. കാരണം ഒരു ശകലം മുറിച്ചു കളഞ്ഞാൽ അതിന് പിന്നെ ജീവജലം കിട്ടുകയില്ല. ഈ ഭൂമിയിലെ മണ്ണിൽ നിന്ന്, ചെളിയിൽ നിന്നും അല്ലെങ്കിൽ വെള്ളത്തിൽ നിന്നും ഒക്കെ ജീവജലം ഉണ്ടാക്കി ഉത്പാദിപ്പിച്ച് വേരുകൾ തായ്തണ്ടിലേക്ക് കൊടുത്ത് അത് ശിഖരങ്ങളിലേക്ക് വന്നിട്ടാണ് ഫലം പുറപ്പെടുവിക്കുക. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം
ഈശോയോട് ചേർന്ന് സഭയോട് ചേർന്ന് നിന്നാൽ മാത്രമേ ഈശോയുടെ കൂദാശകളിലൂടെ ദൈവാനുഗ്രഹത്തിലൂടെ നമുക്ക് ആത്മീയമായി നല്ല ഫലം പുറപ്പെടുവിക്കാൻ സാധിക്കുക. ഫലം പുറപ്പെടുവിക്കാത്ത ശരീരങ്ങളൊക്കെ തടച്ചിരിക്കുന്നതായി തോന്നിയാലും കുറെ കഴിയുമ്പോൾ അവയെല്ലാം തീരറിയപ്പെടും എന്ന് ഈശോ പറയുകയാണ്. അതായത് കർത്താവിന്റെ അന്ത്യവിധി നാളില് പലപ്പോഴും അല്ലെങ്കിൽ നമ്മൾ മരിച്ച് ദൈവസന്നിധിയിൽ എത്തുമ്പോൾ നമുക്ക് വേണ്ട വിധത്തിലുള്ള ദൈവികമായ അല്ലെങ്കിൽ സുവിശേഷാധിഷ്ഠിതമായ കൽപ്പനകൾ പാലിച്ച് ഫലം പുറപ്പെടുവിച്ചില്ല എങ്കിൽ നമ്മൾ അതിന്റെ ശിക്ഷാവിധിക്ക് വിധേയമായി തീരും. അതുകൊണ്ട് ഈശോയെ സംബന്ധിച്ചിടത്തോളം ഈശോയാണ് വേര് സഭയാകുന്ന തണ്ട്. ആ തായ്തണ്ടിനോട് ഈശോയോട് ആ ഈശോ സ്ഥാപിച്ചതായ തായ്തണ്ടായിരിക്കുന്ന സഭയോട് ചേർന്ന് നിന്നുകൊണ്ട് വേണം നമുക്ക് ഫലം പുറപ്പെടുവിക്കുവാനായിട്ട്. അത് ഈശോ പറയുകയാണ്, നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾ എന്നോടൊന്ന് വസിക്കുക, അപ്പം ഞാൻ നിങ്ങളോടൊന്നും വസിക്കും. അതുകൊണ്ടാണ് നമുക്ക് ആ ജീവജലമായിട്ട് നമുക്ക് ദൈവവചനം പങ്കുവെച്ച് തരുന്നുണ്ട്, നമുക്ക് വിശുദ്ധ കുർബാന നമുക്ക് പങ്കുവെച്ച് തരുന്നുണ്ട്. അങ്ങനെ ഈശോ ഒന്ന് നമ്മളുമായി അഴിഞ്ഞു ചേരുന്നു, നമ്മുടെ ജീവജലത്തിന്റെ ഭാഗമായി മാറുന്നു, നമ്മൾ ഈശോയുടെ ഭാഗമായി മാറുന്നു. അപ്പോഴാണ് നമുക്ക് നല്ല ഫലം പുറപ്പെടുവിക്കാനായിട്ട് സാധിക്കുക. ഈശോ പറയുന്നു, എന്നിൽ വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ മുറിച്ച ശാഖ പോലെ എറിയപ്പെടും, അത് ഉണങ്ങിപ്പോകും, അത് തീയിലിടപ്പെടുകയും ചെയ്യും. അതുകൊണ്ട് ഫലം പുറപ്പെടുവിക്കുന്നതിനായി നമുക്ക് മാറുമ്പോൾ നമ്മുടെ പിതാവായ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. നല്ല ഫലങ്ങൾ മഹത്വപ്പെടുത്തുന്നത് കൃഷിക്കാരനെയാണ്. അതുപോലെ തന്നെ കുട്ടികൾ നല്ല രീതിയിൽ വളർന്നു വരുമ്പോൾ ആ കുട്ടികളിലൂടെ മാതാപിതാക്കന്മാരെ മഹത്വപ്പെടുന്നു. അല്ലെങ്കിൽ വിദ്യാർത്ഥികൾ നല്ല രീതിയിൽ പഠിക്കുമ്പോൾ അവിടെയുള്ള ടീച്ചർമാരോ പ്രിൻസിപ്പളോ ഒക്കെ മറ്റുള്ളവരാൽ അംഗീകരിക്കപ്പെടും, ബഹുമാനിക്കപ്പെടും. അതുപോലെ നമ്മളെ സംബന്ധിച്ചും നല്ല ഫലങ്ങൾ നമുക്ക് പുറപ്പെടുവിക്കാനായിട്ട് സാധിക്കുക. അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥന അത് നമ്മുടെ ദൈവത്തോട് ചേർത്ത് നിർത്തുന്നതാണ്. നമ്മൾ വിശുദ്ധ കുർബാനയിൽ പങ്കുചേരുമ്പോൾ നമ്മുടെ ആത്മാവിനെ പോഷിപ്പിക്കുകയാണ്. വിശുദ്ധ കുർബാനയിലൂടെ, അതായത് വചന ശുശ്രൂഷയിലൂടെയും അതുപോലെ തന്നെ അപ്പം മുറിക്കൽ ശുശ്രൂഷയിലൂടെയും കുമ്പസാരത്തിലൂടെ നമുക്ക് വരുന്ന വീഴ്ചകളെ പരിഹരിക്കുവാനായിട്ടും ദൈവവുമായുള്ള നമ്മുടെ ബന്ധത്തെ നവീകരിക്കുവാനായിട്ടും പുനഃസ്ഥാപിക്കുവാനായിട്ടും അത് സഹായിക്കുന്നു. വിശുദ്ധ ഗ്രന്ഥ പാരായണത്തിലൂടെ നമ്മുടെ ആത്മീയ ജീവിതത്തെ ശക്തിപ്പെടുത്തുന്നു. അതുകൊണ്ട് നമ്മുടെ ക്രൈസ്തവ ജീവിതം എന്ന് പറയുന്നത് ദൈവവുമായിട്ടുള്ള, ദൈവത്തിന്റെ സഭയുമായിട്ടുള്ള ഒരു ആയുഷ്കാല ബന്ധമാണ്. അത് മുറിഞ്ഞു പോകാതിരിക്കാനായിട്ടും അത് ബലഹീനമായി പോകാതിരിക്കാനായിട്ടും നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട്. ദൈവം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ഫലങ്ങളാണ്, വെറും ഇലകൾ മാത്രമല്ല. ഇലകൾ എന്ന് പറയുമ്പോൾ വെറും ആചാരാനുഷ്ഠാനങ്ങൾ, പള്ളി വരുന്നു അല്ലെങ്കിൽ നമ്മുടെ ഉപവാസം അനുഷ്ഠിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, ഇതൊക്കെ ചെയ്താലും അതെല്ലാം ഇലകളായിട്ട് നിൽക്കുകയാണ്. ആ ഇലകളിൽ നിന്ന് ഉണ്ടാകേണ്ടത് ഫലമാണ്. ആ ഫലം എന്ന് പറയുന്നത്, നമ്മുടെ ആത്മീയ ഫലം എന്ന് പറയുന്നത് ഒന്ന് സ്നേഹമാണ്. ദൈവസ്നേഹം ഉണ്ടാവുക, ആ ദൈവസ്നേഹത്തെ പ്രതി പരസ്നേഹം ഉണ്ടാവുക, ജീവിത പങ്കാളിയോട്, മക്കളോട്, മാതാപിതാക്കളോട്, അയൽവാസികളോട്, ദരിദ്രരായ ആളുകളോട് ആ സ്നേഹം അതിന്റെ ഫലമായിട്ട് വരുന്നതാണ്. അതുപോലെ തന്നെയാണ് ക്ഷമ. നമുക്ക് എല്ലാവരെയും നമ്മുടെ ആഗ്രഹിക്കുന്ന രീതി വരിക, ചിലപ്പോൾ നമ്മളോട് തന്നെ ക്ഷമിക്കേണ്ടി വരും. അതുപോലെ തന്നെ നമ്മൾ മറ്റുള്ളവരോടും ക്ഷമിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. അപ്പോൾ തന്നെ മറ്റൊന്നാണ് വിനയം. അതായത് നമ്മുടെ അഹങ്കാരം കൊണ്ട് തന്നെ നമുക്ക് ആത്മീയമായി അധപതിക്കാൻ സാധ്യതയുണ്ട്. നമ്മളുടെ കഴിവല്ല, മറിച്ച് ദൈവം തരുന്ന കുറവുകളാണ് നമുക്ക് നല്ല മാതാപിതാക്കളെ ലഭിച്ചത്, നല്ല മക്കളെ ലഭിച്ചത്, നല്ല അയൽക്കാരെ ലഭിച്ചത്, നല്ല ജീവിത പങ്കാളിയെ ലഭിച്ചത്. അതുപോലെ തന്നെ നമ്മുടെ കഴിവുകളോടൊപ്പം തന്നെ ദൈവത്തിന്റെ കൃപയും നമ്മളോടൊപ്പം ഉണ്ട് എന്നുള്ള ആ വിനയാന്വിതമായ മനോഭാവം. അതുപോലെ തന്നെ മറ്റൊരു ഫലമാണ് കാരുണ്യം. അതായത് മറ്റുള്ളവരോട് കരുണ കാണിക്കുവാൻ, ബുദ്ധിമുട്ടുന്നവരോട്, നമ്മളുടെ ചിലപ്പോൾ നമുക്ക് പ്രതികാരം ചെയ്യുന്നതിന് പകരം നമ്മളെ പീഡിപ്പിക്കുന്നവരോട് അവർക്ക് വേണ്ടി കാരുണ്യം കാണിക്കുവാനായിട്ട് പോലും നമുക്ക് സാധിക്കണം. മറ്റൊന്നാണ് സഹനശീലത. അതായത് നമുക്ക് പലപ്പോഴും ആ ഇൻടോളറൻസ് വരുമ്പോഴാണ് നമുക്ക് ദേഷ്യം വരും, നമുക്കത് വൈരാഗ്യമായി മാറും. പിന്നീട് അത് ചിലപ്പോൾ ഡിവോഴ്സിലേക്കൊക്കെ ചെന്നെത്തുന്നു, അല്ലെങ്കിൽ കേസുകളിലേക്ക് ചെന്നെത്തുന്നു. മറ്റൊന്ന് നീതി പ്രവർത്തിക്കുക. കാരണം ദൈവം നീതിമാനാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിന്റെ ഫലമായിട്ട് സത്യസന്ധമായി നീതിനിഷ്ഠമായി ജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. മറ്റൊന്ന് നമ്മുടെ ജീവിത വിശുദ്ധി. അതോടൊപ്പം തന്നെ മറ്റുള്ളവരോടും നമ്മുടെ വാക്കുകളിലൂടെയും നമ്മുടെ പ്രവർത്തനങ്ങളിലൂടെയും നമുക്ക് സുവിശേഷവൽക്കരണം നടത്തുവാനായിട്ട് സാധിക്കണം. അങ്ങനെ ഈ കൈത്താൽ കാലത്ത് നമ്മുടെ സഭയോടൊപ്പം പ്രവർത്തിച്ചുകൊണ്ട്, സഭയുടെ പ്രവർത്തനങ്ങളിൽ പങ്കുകാരായിക്കൊണ്ട് നമുക്ക് നമ്മുടെ കുടുംബങ്ങളിലും നമ്മുടെ ഇടവകയിലും നമ്മുടെ ജോലി സ്ഥലത്തും നമ്മുടെ സമൂഹത്തിലും ഒക്കെ നല്ല ഫലങ്ങൾ പുറപ്പെടുവിച്ച് സഭയോടൊത്ത് വളരാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം.